everyone. Today we are going to start the fourth module of engineering mechanics. Fourth module നമ്മൾ പഠിക്കുന്നത് kinematics of particles ഉം kinetics of particles ഈ രണ്ട് കാര്യങ്ങളാണ് പഠിക്കുന്നത്. So we'll start with kinematics of particles. So what is dynamics? നമ്മൾ ബേസിക്സ് ഒക്കെ പഠിക്കുമ്പോൾ എപ്പോഴും കേട്ടിട്ടുള്ളതാണ് സ്റ്റാറ്റിക്സ് ആൻഡ് ഡൈനാമിക്സ്. എന്താണ് ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ? Dynamics is a branch of engineering mechanics which deals with the study of forces and their effects on bodies at motion. ഇപ്പോൾ ഫോഴ്സസിനെ കുറിച്ച് നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു മൂവിങ് ബോഡിയിൽ ഒരു ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് എന്താണ് എന്ന് പഠിക്കുന്ന ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിനെയാണ് ഡൈനാമിക്സ് എന്ന് പറയുന്നത്. Dynamics is further classified into two branches, kinematics and kinetics. So ഡൈനാമിക്സിൻ്റെ രണ്ട് ഡിവിഷനാണ് കൈനമാറ്റിക്സും കൈനറ്റിക്സും. Kinematics is the study of motion of a body without considering the forces causing the motion. അപ്പോൾ ഒരു മൂവിങ് ബോഡിയെക്കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്യുന്നു, പക്ഷേ അതിനകത്ത് ഫോഴ്സിൻ്റെ എഫക്റ്റ് സ്റ്റഡി ചെയ്യുന്നില്ല എങ്കിൽ അതിനെ കൈനമാറ്റിക്സ് എന്ന് പറയും. സോ വേറാസ് കൈനറ്റിക്സ് ഇസ് ദ സ്റ്റഡി ഓഫ് മോഷൻ ബൈ കൺസിഡറിങ് ദ ഫോഴ്സസ് വിച്ച് കോസസ് ദ മോഷൻ. അപ്പം മൂവിങ് ബോഡിയെക്കുറിച്ച് പഠിക്കുന്നു, അതിനോടൊപ്പം തന്നെ ആ ഫോഴ്സ്, ആ മൂവ്മെൻറ്റ് കോസ് ചെയ്ത ഫോഴ്സിനെ കുറിച്ചും പഠിക്കുന്നുവെങ്കിൽ that branch of engineering mechanics is known as kinetics. So dynamics is classified into kinematics and kinetics. Displacement, velocity and acceleration of a particle are discussed in kinematics. അപ്പോൾ നമ്മളൊരു ബോഡിയുടെ ഡിസ്പ്ലേസ്മെൻറ്റ്, അതിൻ്റെ വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ഫോഴ്സാണ് അത് കോസ് ചെയ്തത് എന്ന് പഠിക്കില്ല, നമ്മളതിൻ്റെ ഈ പ്രോപ്പർട്ടീസ് മാത്രമേ പഠിക്കുകയുള്ളൂ. സോ ദീസ് തിങ്സ് ആർ ഡിസ്കസ്ഡ് ഇൻ kinematics. When a particle moves along a straight path, then the motion is called rectilinear translation. അപ്പോൾ ഒരു പാർട്ടിക്കിളിൻ്റെ മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റ് എപ്പോഴും സ്ട്രെയിറ്റ് പാത്തിലാണ് പോകുന്നത് എങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് rectilinear translation. Another type of movement is curvilinear translation. അപ്പോൾ ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും മൂവ്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ ഇസ് അലോങ് എ കർവ്ഡ് പാത്ത്. അതിനെയാണ് കർവിലീനിയർ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ആൻഡ് വൺ മോർ മൂവ്മെൻറ്റ് ഇസ് റോട്ടറി മോഷൻ. റോട്ടറി മോഷൻ ഓർ സർക്കുലർ മോഷൻ ഇസ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് കർവിലീനിയർ മോഷൻ വെർ ഓൾ ദ പാർട്ടിക്കിൾസ് ഓഫ് എ ബോഡി മൂവ് ഇൻ കോൺസെൻട്രിക് സർക്കിൾ. സോ ഇതൊരു പ്രത്യേക തരം മോഷനാണ്. അപ്പോൾ ഒരു ബോഡി അപ്പാടെ സർക്കുലറായി മൂവ് ചെയ്യുന്നു എന്നല്ല, ആ ബോഡിയിലെ ഓരോ പാർട്ടിക്കിളും കോൺസെൻട്രിക് സർക്കുലർ മൂവ്മെൻറ്റിലായിരിക്കും. അങ്ങനെയുള്ള മോഷനെയാണ് റോട്ടറി മോഷൻ അല്ലെങ്കിൽ സർക്കുലർ മോഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. The change of position of a body or a particle with respect to a fixed reference point is called displacement. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, ഒന്നുകൂടെ പഠിക്കുന്നു എന്ന് മാത്രം. The change of position of a body or a particle with respect to a fixed reference point is called displacement. അപ്പോൾ ഒരു റെഫറൻസ് പോയിന്റിൽ നിന്ന് ഒരു ബോഡി എന്തുമാത്രം ദൂരം നീങ്ങി എന്ന് പറയുന്നതിനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദാറ്റ് ബോഡി എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പൊസിഷൻസ്. എന്താണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, ഏതെങ്കിലും രണ്ട് ലൊക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു ലൊക്കേഷനിൽ നിന്ന് മറ്റേ ലൊക്കേഷനിൽ എത്താനായിട്ട് നമുക്ക് പല വഴികളുണ്ടാകാം. അതിൽ ഏറ്റവും ചെറിയ ഡിസ്റ്റൻസിനെയാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. And it is known as displacement of the body. It is a vector quantity which has both magnitude and direction, and it is denoted with the letter small s, and the unit is SI unit is meter. Now another term, velocity. Velocity is the rate of change of position of a body or a particle with respect to time. അതായത് ഇത്ര സമയം കഴിയുമ്പോൾ ഒരു ബോഡി എന്തുമാത്രം ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടായി എന്ന് പറയുന്നതിനെയാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ എ വെക്റ്റർ ക്വാണ്ടിറ്റി ഡിനോട്ടഡ് വിത്ത് v, and the unit is meter per second. Let s be the displacement of a body and t be the time taken to travel that distance. Then velocity v is equal to s by t. Distance by time ആണ് velocity. അല്ലെങ്കിൽ മാത്തമാറ്റിക്കലി പറയുവാണെങ്കിൽ ഡി എസ് ബൈ ഡി ടി. ഡി എസ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്താണ്? എസ് ബൈ ടിയും ഡി എസ് ബൈ ഡി ടി എന്ന് പറഞ്ഞ വ്യത്യാസം എന്താണ്? എസ് ബൈ ടി ഇസ് ഡിസ്റ്റൻസ് ബൈ ടൈം ആൻഡ് ഡി എസ് ബൈ ഡി ടി ഇസ്
rate of change of distance or change in distance by change in time. ds എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പൊസിഷൻ മൈനസ് ഫസ്റ്റ് പൊസിഷൻ ഡിവൈഡഡ് ബൈ ലാസ്റ്റ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം. അതിനെയാണ് മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനായ ഡി എസ് ബൈ ഡി ടി എന്ന് പറയുന്നത്. ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് ബൈ ചേഞ്ച് ഇൻ ടൈം. ദ റേറ്റ് ഓഫ് അടുത്ത ആക്സിലറേഷൻ ആണ്. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഓഫ് എ ബോഡി ഓർ എ പാർട്ടിക്കിൾ വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ നമ്മൾ വെലോസിറ്റി എന്താണെന്ന് പറഞ്ഞു. ഇനി സമയം പോകുന്നതിനനുസരിച്ച് ആ വെലോസിറ്റിയിൽ എങ്ങനെ മാറ്റം വരുന്നു അതിനെയാണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. വെലോസിറ്റി എന്തായിരുന്നു? ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് വിത്ത് റെസ്പെക്ട് ടു ടൈം. സോ ആ വെലോസിറ്റിയുടെ ചേഞ്ചിനെയാണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ എ വെക്റ്റർ ക്വാണ്ടിറ്റി ഡിനോട്ടഡ് വിത്ത് എ ആൻഡ് ദ യൂണിറ്റ് ഇസ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സോ ഡിസ്പ്ലേസ്മെൻറ്റ് യൂണിറ്റ് ഇസ് മീറ്റർ, വെലോസിറ്റിയുടെ യൂണിറ്റ് ഇസ് മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് ആക്സിലറേഷൻ്റെ യൂണിറ്റ് ഇസ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആക്സിലറേഷൻ എ ആണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. നമുക്കറിയാം ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. മാത്തമാറ്റിക്കലി വെലോസിറ്റി ക്യാൻ ബി റിട്ടൺ ആസ് എ ഇൻറ്റു ഡി വി ബൈ ഡി ടി. നമ്മൾ നേരത്തെ വെലോസിറ്റിയെ ഡി എസ് ബൈ ഡി ടി എന്ന് എഴുതിയ പോലെ തന്നെ ആക്സിലറേഷൻ ഈസ് ഡി വി ബൈ ഡി ടി, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ ടൈം. ഈ ഡി വി ബൈ ഡി ടിയെ നമുക്ക് എങ്ങനെ എഴുതാം? ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ്, അതായത് ഈ ഡി ബൈ ഡി ടി അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് വി എന്താണ്? വി നമുക്കറിയാം ഡി എസ് ബൈ ഡി ടി ആണെന്നറിയാം. സോ ഡി ബൈ ഡി ടി ഓഫ് ഡി എസ് ബൈ ഡി ടി, ദാറ്റ് ഈസ് A is equal to d square s by dt square. So acceleration is d square s by dt square when you express acceleration in terms of displacement. Acceleration in terms of velocity is dv by dt. അതിലെ vക്ക് പകരം നമ്മൾ ds by dt കൊടുക്കുമ്പോഴാണ് acceleration is equal to d square s by dt square എന്ന് നമുക്ക് കിട്ടുന്നത്. Acceleration can also be expressed as, ആക്സിലറേഷൻ നമുക്കറിയാം ഡി വി ബൈ ഡി ടി ആണെന്നറിയാം. ഡി വി ബൈ ഡി ടിയെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നു. അതായത് ഡി വി ബൈ ഡി എസ് ഇൻറ്റു ഡി എസ് ബൈ ഡി ടി എന്ന് എഴുതുന്നു. ഈ ഡി എസും ഡി എസും ക്യാൻസൽ ആയി പോകും. അത് ഡി വി ബൈ ഡി ടി തന്നെയാണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു ഡി വി ബൈ ഡി എസ് ഇൻറ്റു വാട്ട് ഈസ് ഡി എസ് ബൈ ഡി ടി? ഡി എസ് ബൈ ഡി ടി ഈസ് വി. സോ ഡി വി ബൈ ഡി എസ് ഇൻറ്റു വി ചെയ്താലും നമുക്ക് ആക്സിലറേഷൻ കിട്ടും. സോ എ ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഡി വി ബൈ ഡി എസ്. എന്താണ് ഇതിൻ്റെ മീനിങ്? ഒരു ബോഡിയുടെ ആക്സിലറേഷൻ നമുക്ക് കിട്ടണമെങ്കിൽ അതിൻ്റെ വെലോസിറ്റിയെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ പൊസിഷൻ എന്ന ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് ആക്സിലറേഷൻ കിട്ടും. ഇവിടെ നമുക്ക് ആക്സിലറേഷൻ രണ്ട് രീതിയിൽ ഇവിടെ നമ്മൾ ഓൾറെഡി പഠിച്ചു. ആക്സിലറേഷൻ ഈസ് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ ടൈം വെച്ചാലും കിട്ടും. Then acceleration is d square s by dt square. With respect to displacement, acceleration is d square s by dt square. And one more expression for finding out acceleration, A is equal to v into dv by ds.